റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന റോബർട്ട് കിയോസാക്കിയുടെ വിശ്വപ്രശസ്ത പുസ്തകത്തിൻ്റെ സംഗ്രഹ വിശദീകരണമാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായമായ ദ റിച്ച് ഇൻവെൻറ്റ് മണി എന്ന അധ്യായമാണ് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദ റിച്ച് ഇൻവെൻറ്റ് മണി എന്നതുകൊണ്ട് രചയിതാവ് ഉദ്ദേശിക്കുന്നത് പണക്കാരൻ പണത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതിൽ നിന്നും എങ്ങനെയാണ് ഒരു പാവപ്പെട്ടവനോ മിഡിൽ ക്ലാസ്സുകാരനോ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒരു മിഡിൽ ക്ലാസ്സുകാരനോ പാവപ്പെട്ടവനോ പണത്തെ കാത്തിരിക്കുകയാണ് ചെയ്യുക. പണത്തെയോ അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ കഴിയുന്ന അവസരത്തെയോ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു പണക്കാരൻ ആ പണത്തെ കണ്ടെത്തുകയാണ്. താൻ തന്നെ തേടിയിറങ്ങി പണത്തെയോ പണം ഉണ്ടാക്കാനുള്ള സാധ്യതകളെയോ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യത്തെ തൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ വളരെ പ്രാക്ടിക്കലായി എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു തരികയാണ് രചയിതാവ് ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത്. ഈ അധ്യായത്തിൽ എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്. യഥാർത്ഥ ലോകത്ത് സ്മാർട്ടായിട്ടുള്ള ആളുകളല്ല ഏറ്റവും മുൻപന്തിയിലേക്ക് സാധാരണ വരുന്നത്. സാധാരണ മുൻപന്തിയിലേക്ക് വരുന്ന ആളുകൾ വളരെ ധൈര്യമുള്ള ആളുകളായിരിക്കും. അവർ ഒരു പക്ഷേ സ്മാർട്ടായിക്കൊള്ളണമെന്നില്ല. ധൈര്യക്കുറവ് കാരണം പണമുണ്ടാക്കാൻ കഴിയുമായിരുന്ന നിരവധി അവസരങ്ങളെ ഒഴിവാക്കിയവരായിരിക്കും നമ്മളിൽ പലരും. അത് നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ നല്ലവണ്ണം പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാൻ തുടങ്ങും. നമ്മളിലുള്ള ആത്മവിശ്വാസം നമുക്ക് വളരെ കുറവായി വരും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയൊരു അവസരം ലഭിക്കുമ്പോൾ ആ അവസരത്തെ പെട്ടെന്ന് തന്നെ ചാടിയെടുത്ത് സ്വന്തമാക്കാൻ വേണ്ടി കഴിയാതെ പോകും. ഒരുപക്ഷെ പണം പോലും കയ്യിലില്ലാത്ത ധൈര്യമുള്ള ഏതെങ്കിലും ഒരുവൻ അതേ അവസരവും കയ്യിൽ പിടിച്ച് അതേ അവസരത്തെ സ്വന്തമാക്കി സമ്പന്നനാകുന്നത് ഒരുപക്ഷെ നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. ഒരു കമ്പനിയിലെ മാനേജറെ ആ കമ്പനിയിൽ നിന്നും ഒരു വട്ടം പുറത്താക്കി. 45 വയസ്സുണ്ടായിരുന്ന ആ മാനേജറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ ആ കമ്പനിയുടെ മുതലാളിയുടെ വീടിനരികിൽ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് കാണാനായി ഗേറ്റ് കീപ്പറോട് കെഞ്ചുന്ന ഒരു അവസ്ഥയെ ഈ അധ്യായത്തിലൂടെ റോബർട്ട് കിയോസാക്കി വിവരിക്കുന്നുണ്ട്. ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ എത്രമാത്രം ധൈര്യത്തോടെ പല തീരുമാനങ്ങളും എടുത്ത ആളായിരിക്കും. എന്നിട്ടും ഒടുവിൽ അയാളുടെ ഗതി എന്തായി? നമ്മുടെ ഉള്ളിൽ തന്നെ ധൈര്യമുള്ളയാളും ധൈര്യമില്ലാത്ത ഒരു പേടിത്തൊണ്ടനും ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഒരു ഉപമയിലൂടെ രചയിതാവ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ പേടിയെ കൂടെ നമ്മുടെ ശക്തിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് മതി ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കണം. കൃത്യമായ സാമ്പത്തിക സാക്ഷരതയും അതുപോലെ റിസ്ക് എടുക്കാനുള്ള ധൈര്യവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത് നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കൂടുതൽ ഓപ്ഷനുകൾ ലഭിക്കും സമ്പന്നനാകാൻ. ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും സമ്പന്നനായി കണക്കാക്കപ്പെട്ടിരുന്നത് ഭൂമി സ്വന്തമായി കയ്യിലുള്ളയാളെയായിരുന്നു. എന്നാൽ അതിനുശേഷം സ്വന്തമായി ഫാക്ടറികളും പ്രൊഡക്ഷനും ഒക്കെയുള്ള വ്യക്തികളെയാണ് സമ്പന്നരായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇക്കാലത്ത് ആരെയാണ് സമ്പന്നരായി കണക്കാക്കേണ്ടത്? നിലവിൽ ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല അവബോധമുള്ളയാളെയാണ് ഇന്നത്തെ കാലത്ത് ഒരു സമ്പന്നനായി കണക്കാക്കേണ്ടത് എന്നാണ് രചയിതാവ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നല്ല രീതിയിലുള്ള അറിവുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായും കൂടുതൽ അവസരങ്ങളെ, സമ്പന്നനാകാനുള്ള അവസരങ്ങളെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതവരെ വളരെ എളുപ്പത്തിൽ സമ്പന്നതയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് പണമുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായി നല്ലൊരു ജീവിതം നയിക്കാൻ ഒരുപക്ഷെ നമുക്ക് ആയിക്കൊള്ളണമെന്നില്ല. ചില മനുഷ്യർക്ക് നല്ല സമ്പത്ത് നേടിയെടുക്കാനുള്ള അവസരങ്ങളെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആ അവസരങ്ങളെ ഉപയോഗിക്കാനുള്ള പണം അവരുടെ കയ്യിലുണ്ടാവില്ല. എന്നാൽ മറ്റു ചില വ്യക്തികളുടെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കും, പക്ഷേ അവസരങ്ങളെ അത് നല്ല അവസരങ്ങളാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ബോധവും അറിവും ഉണ്ടായിരിക്കില്ല. ഒരു ശരാശരി മനുഷ്യന്റെ രീതികൾ അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് നല്ലോണം വർക്ക് ചെയ്യുക, നല്ലോണം അധ്വാനിക്കുക, കുറച്ച് പണമൊക്കെ സേവ് ചെയ്ത് വെക്കുക, പിന്നെ നമുക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്ന ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുക, ഇതൊക്കെയാണ്. പക്ഷേ രചയിതാവ് ഇവിടെ ഉപദേശിക്കുന്നത് നമ്മൾ നല്ലോണം അധ്വാനിക്കുന്നതിന് പകരം നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധികൂർമ്മത എങ്ങനെ കൂട്ടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പണിയെടുക്കുകയാണ് വേണ്ടത് എന്നാണ്. അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലിയിലും വളരെ എളുപ്പത്തിൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. രചയിതാവ് പറയുന്നത് വളരെ എളുപ്പത്തിൽ റിച്ചായി വരുന്ന, വളരെ എളുപ്പത്തിൽ സമ്പന്നനാകുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പണം എന്നത് യഥാർത്ഥമല്ല, ദ മണി ഈസ് നോട്ട് റിയൽ എന്ന് മനസ്സിലാക്കിയവരാണ്. സ്വത്തുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇടയ്ക്കിടെ ഈ പുസ്തകത്തിലുടനീളം പറയുന്നുണ്ടെങ്കിൽ
ഈ അധ്യായത്തിലാണ് നമുക്ക് എല്ലാവർക്കുമുള്ള, പണക്കാർക്കും പാവപ്പെട്ടവർക്കും അതുപോലെ മിഡിൽ ക്ലാസ്സുകാർക്കും ഒക്കെയുള്ള ഒരു പ്രത്യേക സ്വത്തിനെ കുറിച്ച് രചയിതാവ് എടുത്തു പറയുന്നത്. നമുക്ക് എല്ലാവർക്കുമുള്ള ആ സ്വത്ത് നമ്മുടെ മനസ്സാണ്. നല്ലവണ്ണം നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്താൽ, പരിശീലിപ്പിച്ചാൽ ആ മനസ്സുപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള സമ്പത്തിനെ നേടിയെടുക്കാൻ സാധിക്കും. ഈ അധ്യായത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പണം സേവ് ചെയ്ത് വെക്കുന്ന ആളുകൾ വാസ്തവത്തിൽ നഷ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നാണ്. അതിൻ്റെ കാരണമായി പ്രധാനമായും എടുത്തു പറയുന്നത് ബാങ്കുകളിലെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചൊക്കെ ആണെങ്കിലും അതല്ലാതെ തന്നെ ആ പറഞ്ഞ കാര്യം സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കുറച്ച് പണം സേവ് ചെയ്ത് വെക്കുന്നു. എല്ലാ മാസവും നമ്മുടെ ശമ്പളത്തിൽ നിന്നോ മറ്റോ നമ്മൾ കുറച്ച് പണം ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നു. എന്നാൽ ആ പണം കൊണ്ട് നമുക്ക് ഓരോ മാസവും ഏതെങ്കിലും ഒരു സ്വത്തെങ്കിലും വാങ്ങിയെടുക്കാമായിരുന്നു. അതിനു പകരം ആ പണത്തെ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഭാവിയിൽ നമ്മുടെ കയ്യിൽ അത്രയും പണം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ആ പണം വന്ന കാലത്ത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതിനേക്കാളും പല പ്രൊഡക്റ്റുകൾക്കും വില കൂടിയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു എന്നാണ് അർത്ഥം. പകരം ആ പണം കിട്ടിയ സമയത്ത് തന്നെ സ്റ്റോക്കുകൾ പോലെയുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കാലക്രമേണ നമ്മുടെ പണത്തിൻ്റെ മൂല്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും പണം സേവ് ചെയ്ത് വെക്കുന്ന ആളുകൾ നഷ്ടത്തിലായിട്ടുള്ള ആളുകളാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് റോബർട്ട് കിയോസാക്കി തൻ്റെ ജീവിതത്തിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ പകർത്തി കുറച്ച് കൂടുതൽ പണം വളരെ പെട്ടെന്ന് കൈക്കലാക്കിയത് എന്നൊന്ന് നോക്കാം. 1980 മുതൽ 2010 വരെയുള്ള കാലയളവിനുള്ളിൽ 3 വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷുകൾ സംഭവിച്ചിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പേടി സ്വപ്നം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുന്നതാണ്. ചില വാർത്തകളിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പുകുത്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ റോബർട്ട് കിയോസാക്കിക്കും ഇതേ അനുഭവം വന്നു ചേർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പണം പല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ സ്വത്തുക്കൾ വാങ്ങിയെടുക്കാനുള്ള പണമൊന്നും റോബർട്ട് കിയോസാക്കിയുടെ കയ്യിൽ പെട്ടെന്ന് ഉണ്ടായില്ല. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുന്ന സമയമാണ് വളരെ എളുപ്പത്തിൽ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന സമയമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരു സാമ്പത്തിക മാന്ദ്യം നടക്കുന്ന സമയത്ത് പലരും കടബാധ്യതകളിൽ പെടും. അക്കാലത്തെ കടബാധ്യതകളിൽപ്പെട്ട ഒരു വീട് വളരെ ചെറിയ രീതിയിലുള്ള ഒരു എമൗണ്ടിന് റോബർട്ട് കിയോസാക്കി വാങ്ങിയെടുത്തു. $75,000 വില വരുന്ന ആ വീടിനെ അദ്ദേഹം $20,000 വാങ്ങിയത്. അങ്ങനെ വാങ്ങിയ വീടിനെ വിൽക്കാൻ വേണ്ടി തൻ്റെ സുഹൃത്തിൽ നിന്നും ഒരു $2,000 അദ്ദേഹം കടമെടുത്തു. എന്നിട്ട് ഈ $2,000 ഉപയോഗിച്ച് അദ്ദേഹം ഈ വീട് വിൽക്കാനുള്ള ഒരു പരസ്യം നൽകി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ വീട് $60,000 വിറ്റെടുത്തു. ആ പരസ്യം നൽകിയതിൻ്റെ പ്രോസസ്സിംഗ് ഫീ ആയി $2,500 അദ്ദേഹം വാങ്ങുകയും ചെയ്തു. അതായത് പരസ്യം നൽകാനായി അദ്ദേഹം ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും കടമെടുത്ത പണം അതുപോലെ തിരിച്ചു നൽകാൻ സാധിച്ചു എന്ന് മാത്രമല്ല, $20,000 വാങ്ങിയ ആ വീടിനെ $60,000 വിൽക്കാനും സാധിച്ചു. $40,000 അദ്ദേഹത്തിന് ഇവിടെ ലാഭം. പക്ഷേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നത് വെറും 5 മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു എന്നതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? റോബർട്ട് കിയോസാക്കിക്ക് ഒരു അവസരം വീണ് കിട്ടി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചാൽ നല്ല സമ്പത്ത് കൊയ്തെടുക്കാൻ സാധിക്കുമെന്ന്. അത് നല്ല രീതിയിൽ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. റോബർട്ട് കിയോസാക്കിയുടെ സമ്പത്തിൻ്റെ വളർച്ച പൊതുവെ റിയൽ എസ്റ്റേറ്റിൽ നിന്നും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നിന്നുമായിരുന്നു. ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് നല്ല സ്റ്റെബിലിറ്റിയുള്ള, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന സ്റ്റോക്കുകൾ എന്ന് പറയപ്പെടാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം സെക്യൂർ ആയിട്ടുള്ള, നല്ല സുരക്ഷിതത്വമുള്ള ഇത്തരം ലാർജ് ക്യാപ് ഇൻവെസ്റ്റുകളിൽ നിന്നും നമുക്ക് വളരെ കുറഞ്ഞ ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ. നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നത് ശരി തന്നെയാണെങ്കിലും സ്മോൾ ക്യാപ് കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ വളരെ ചെറിയ വിലയ്ക്ക് അവയുടെ വലിയ ഷെയറുകൾ നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. അത് ഒരുപക്ഷെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചെറിയ ഒരു മാറ്റം ഉണ്ടെങ്കിൽ പോലും വളരെ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനം നമുക്കുണ്ടാകും. $65,000 വിലമതിക്കുന്ന ഒരു വീട് $45,000 റോബർട്ട് കിയോസാക്കി വാങ്ങിയിരുന്നു. ആ വീട് റോബർട്ട് കിയോസാക്കി ഒരു ലോക്കൽ പ്രൊഫസർക്ക് വാടകയ്ക്ക് നൽകി. ഒരു മാസം ചിലവുകളൊക്കെ കഴിച്ച് അദ്ദേഹത്തിന് $40 മിച്ചമായി ലാഭം വന്നു. എന്നാൽ യഥാർത്ഥ ലാഭം അതൊന്നും ആയിരുന്നില്ല. മാർക്കറ്റ് വീണ്ടും പഴയ പോലെ സ്റ്റേബിൾ ആയപ്പോൾ ആ വീട് $95,000 വിറ്റുപോയത്. ഒറ്റ വർഷം കൊണ്ട് $50,000 വില കൂടി. ഒരു 12 യൂണിറ്റുള്ള അപ്പാർട്ട്മെന്റ് $3 ലക്ഷം വാങ്ങിയതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം അത് $4,95,000 അദ്ദേഹം വിറ്റത്. ഇങ്ങനെ കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് 30 യൂണിറ്റുകളുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റ് അദ്ദേഹം വാങ്ങിയെടുക്കുകയും ആ അപ്പാർട്ട്മെന്റിൽ നിന്നും $5,000 ഒരു മാസം ലാഭമായി നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ
ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ അപ്പാർട്ട്മെന്റ്, അതായത് വെറും 5 ലക്ഷത്തിൽ താഴെ ഡോളറുകൾക്ക് വാങ്ങിയിട്ടുള്ള ഈ അപ്പാർട്ട്മെന്റ് 12 ലക്ഷത്തോളം ഡോളറുകൾക്ക് വിറ്റ് പോവുകയും ചെയ്തു. ഇവിടെ പ്രധാനമായും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ബിസിനസ്സുകളിലേക്ക് വരുന്ന പുതിയ ആളുകൾക്ക് പലപ്പോഴും നല്ല നല്ല ഡീലുകളൊന്നും ആരും നൽകില്ല. പണക്കാർക്കാണ് പലപ്പോഴും നല്ല ഡീലുകളൊക്കെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ല ലോകപരിചയം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇതുപോലുള്ള ബിസിനസ്സുകൾ ചെറിയ രീതിയിലെങ്കിലും ഒരുപാട് നടത്തിയിട്ടുണ്ട് എന്ന ബോധം മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്കും ഈ തരത്തിലുള്ള ഡീലുകളൊക്കെ വന്നു ചേരുമെന്നും റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്. പലപ്പോഴും റോബർട്ട് കിയോസാക്കി നേടിയെടുത്ത $1 മില്യൺ 5,000-ഓ 10,000-ഓ ഡോളറുകളുടെ ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നുമാണ് എന്നും ഇവിടെ പറയുന്നു. സ്മോൾ ക്യാപ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുമാണ് റോബർട്ട് കിയോസാക്കി കൂടുതൽ പണം നേടിയത് എന്ന് പറഞ്ഞിരുന്നത്. മുമ്പ് റോബർട്ട് കിയോസാക്കി 1 ലക്ഷത്തോളം ഷെയറുകൾ ഒരു ചെറിയ കമ്പനിയുടേത് വാങ്ങിയിരുന്നു. അന്ന് ആ ഷെയറുകൾക്ക് വെറും 25 സെന്റുകളായിരുന്നു. ഒരു ഡോളറിന്റെ 1/4 മാത്രമായിരുന്നു വില. ആ കമ്പനിയുടെ തുടക്ക കാലഘട്ടമായിരുന്നു അത്. പിന്നെ ആ കമ്പനി മുന്നോട്ട് പോകുമ്പോൾ, ഒരുപക്ഷെ 1-2 വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പോ തന്നെ ആ കമ്പനിയുടെ ഒരു ഷെയറിന്റെ വില $1 $2 ആയി മാറിയെങ്കിലോ, ഇനി അതല്ല അത് പിന്നീട് ഒരുപക്ഷെ $10 $20 ഒക്കെ ആയി മാറിയേക്കാം. വെറും 25 സെന്റിന് 1 ലക്ഷത്തോളം ഷെയറുകൾ വാങ്ങാൻ അദ്ദേഹത്തിന് ആയെങ്കിൽ $1 വിറ്റ് പോയാൽ പോലും തന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ 3 ഇരട്ടിയാണ് ലാഭം മാത്രം ലഭിക്കുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായി ബോധമുണ്ടെങ്കിൽ അതിനെ ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ചൂതാട്ടം എന്നൊന്നും വിളിക്കാൻ സാധിക്കില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് കൃത്യമായ ബോധമില്ലാതെ ആ പണം നല്ല ലാഭത്തോടു കൂടി തിരികെ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് അതിനെ ഒരു ഗാംബ്ലിംഗ് എന്ന് വിളിക്കേണ്ടത് എന്നാണ് രചയിതാവിൻ്റെ അഭിപ്രായം. അപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള നേരത്തെ പറഞ്ഞ നമ്മുടെ സാമ്പത്തിക സാക്ഷരത നമുക്കുണ്ടായിരിക്കണം. റോബർട്ട് കിയോസാക്കി പറയുന്നത്, പലരും ഒരിക്കലും വിജയിക്കാത്തതിൻ്റെ കാരണം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് വല്ലാതെ പേടിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സ്കൂളുകളെ തീരെ വില കൽപ്പിക്കാത്തത്. സ്കൂളുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് സ്കൂളിൻ്റെ രീതികൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അധ്യാപകർ നമ്മെ ശിക്ഷിച്ചേക്കാം. എന്നാൽ റോബർട്ട് കിയോസാക്കി പറയുന്നു, മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള, മനുഷ്യരെ ഡിസൈൻ ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്നത് നമ്മൾ മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ടാണ്. നമ്മൾ നടക്കാൻ പഠിച്ചത് ഒരുപാട് തവണ വീണ് നടന്നുകൊണ്ടാണ്. നമ്മൾ ഒരിക്കലും വീണില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നല്ല രീതിയിൽ നടക്കാൻ പഠിക്കില്ലായിരുന്നു എന്നാണ് രചയിതാവ് പറയുന്നത്. പീപ്പിൾ ഹു അവോയ്ഡ് ഫെയിലിയർ ഓൾസോ അവോയ്ഡ് സക്സസ്. തോൽവിയെ അവോയ്ഡ് ചെയ്യുന്ന ആളുകൾ വിജയത്തെയും അവോയ്ഡ് ചെയ്യുകയാണ്. ഈ അധ്യായത്തിൻ്റെ സംഗ്രഹ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ട, ഒരു നിക്ഷേപകന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു 3 സ്കില്ലുകളെ കുറിച്ച് കൂടി പറയാം. ആദ്യത്തെ സ്കില്ലെന്ന് പറയുന്നത്, എല്ലാവരും ഒരുപക്ഷെ ഒഴിവാക്കിയേക്കാവുന്ന ഏതെങ്കിലും ഒരു അവസരത്തെ കണ്ടെത്തുക. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് പകരം നമ്മുടെ മനസ്സുകൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ സ്കില്ലെന്ന് പറയുന്നത് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രത്യേകമായി ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റേസ് ചെയ്യുന്ന പണം ബാങ്കിൽ നിന്നായിരിക്കുമ്പോൾ അത് നമ്മുടെ ലാഭത്തിൻ്റെ കണക്കിനെ, ലാഭത്തിൻ്റെ അളവിനെ കുറയ്ക്കും. ബാങ്കിന് പുറത്തു നിന്നും എങ്ങനെ റേസ് ചെയ്യാം, അതിനുള്ള സ്കില്ല് എത്രമാത്രം കൂട്ടാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സ്കില്ലെന്ന് പറയുന്നത്, നല്ല സ്മാർട്ടായിട്ടുള്ള വ്യക്തികളെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെക്കാൾ ബുദ്ധിയുള്ള വ്യക്തികളെ കണ്ടെത്തുകയും അവരെ നമുക്ക് വേണ്ടി ജോലി എടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ഏതായാലും ഈ ഒരു അധ്യായം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത അധ്യായത്തിലാണ് പ്രധാനമായും സാമ്പത്തിക സാക്ഷരതയെ ഊന്നി പറയുന്നത്. ആ അധ്യായം എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചു